സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ ലൈവിൽ വരാൻ കാരണം എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആ കുഞ്ഞു മോൻ്റെ മുഖം, ഹർഷിതിൻ്റെ മുഖം തന്നെയാണ്. എന്തോ നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ്. ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇനിയും ഇങ്ങനെ തുടരണമോ? നമ്മൾ ഇത് ചിന്തിക്കേണ്ടയും പ്രവർത്തിക്കേണ്ടയും ടൈം അതിക്രമിച്ചിരിക്കുന്നു. ശരിക്കും ഇതിനെതിരായിട്ടൊരു ക്യാമ്പയിനെല്ലാം നടത്തി നമ്മൾ എല്ലാവരും കൂടെ ജനങ്ങൾ ഇതിനെതിരെ പോരാടി നമ്മുടെ കോടതികളുടെ, ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെയും നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ കണ്ണ് തുറപ്പിച്ച് നിയമവ്യവസ്ഥകളെ മാറ്റി എഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ജനങ്ങൾ വിചാരിക്കണം, ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. ശരിക്കും പറഞ്ഞാൽ പോലീസ് ചില സമയത്ത് നിഷ്ക്രിയരാണ്. എന്തെങ്കിലും പരാതി കൊടുത്താൽ അവരെന്തോ അതിന് അത്ര സീരിയസ്നെസ് കൊടുക്കാതെ, എൻ്റെയൊക്കെ തന്നെ ചേച്ചിയുടെയൊക്കെ ജീവിതത്തിൽ തന്നെ അതിനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൊല്ലാൻ വന്ന ഒരാൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് വളരെ നിസ്സാരമായിട്ട് കണ്ട് വിളിച്ചൊരു ഒത്തുതീർപ്പ് പോലെ എഴുതി എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി വിടാനാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അഷ്കർ, അതല്ലേ അയാളുടെ പേര്, അഷ്കർ, അയാൾക്കെതിരെ എത്ര പരാതികളാണ് അവിടെ വന്നത്. ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് ഇതായിട്ട് തന്നെ ആ അഖിലയുടെ അമ്മ കൊടുത്ത പരാതി, അതിൽ വേണ്ട നടപടികൾ എടുത്തില്ല. അഷ്കറിൻ്റെ ആദ്യത്തെ വൈഫ്, അവരെ ഉപദ്രവിച്ചതിൻ്റെ ഇതിലായിട്ട് അവരുടെ ഉമ്മ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും പോലീസ് വേണ്ട നടപടി കൈക്കൊണ്ടിട്ടില്ല. ശരിക്കും ഇതുപോലൊരു ക്രിമിനലിനെ വളർത്തി വിട്ടതിൽ ഇവർക്കും ഒരു പങ്കില്ലേ? ഉടനെ നടപടിയെടുത്ത് വേണ്ട ഇത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ. ആ പിഞ്ചു കുഞ്ഞ് മരിക്കുമായിരുന്നു. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട് ആ പിഞ്ച് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ നമ്മുടെ തന്നെ ഹൃദയം പൊട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഇത്രയും നിഷ്ഠൂരമായി കൊല ചെയ്യാൻ കഴിഞ്ഞ ഒരാൾ, അവൻ എത്ര ക്രിമിനലായിരിക്കണം. അതിന് കൂട്ടുനിന്ന കുഞ്ഞിൻ്റെ അമ്മ അഖിലയും ഒരു ക്രിമിനൽ തന്നെ, ക്രിമിനൽ മൈൻഡ്. അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കും ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ആ കുഞ്ഞ് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഓടി വന്ന് ആ തെളിവ് നശിപ്പിക്കാൻ